നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഗാസയിലെ ഹമാസ് ഭരണം അവസാനിപ്പിക്കുന്നതിനും ബഹുരാഷ്ട്ര സിവിലിയൻ ഭരണകൂടം സ്ഥാപിക്കുന്നതിനും ഉൾപ്പെടെ 6 തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പദ്ധതിക്ക് ജൂൺ 8 ഗാറ്റ് സമയപരിധി നിശ്ചയിച്ചു. മതഭ്രാന്തന്മാരുടെ പാത തിരഞ്ഞെടുത്ത് രാജ്യത്ത് മുഴുവൻ ആഘാതത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ ഞങ്ങൾ സർക്കാർ വിടാൻ നിർബന്ധിതരാകും എന്നാണ് നെതന്യാഹു സർക്കാരിനോട് ബെന്നി ഗാറ്റ്സ് പറഞ്ഞത്. ഗാസ മുനമ്പിന്റെ രണ്ടറ്റത്തും പോരാട്ടം രൂക്ഷമായതോടെ ഗാസ സിറ്റിക്ക് സമീപമുള്ള ജബലിയയിലേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങുന്ന സാഹചര്യത്തിലാണ് യുദ്ധത്തിന്റെ ദിശയെ ചൊല്ലി വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ ഭിന്നത ഉടലെടുക്കുന്നത്. ഗാസയിൽ സിവിലിയൻ സൈനിക ഭരണം ഏറ്റെടുക്കാൻ ഇസ്രായേലിന് പദ്ധതിയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ മറ്റൊരു യുദ്ധ ക്യാബിനറ്റ് അംഗമായ പ്രതിരോധ മന്ത്രി യോ ഗാലൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഗാറ്റ്സിന്റെ അഭിപ്രായങ്ങൾ പുറത്തുവന്നത്. മാസങ്ങളായി താൻ വിഷയം ആവർത്തിച്ചുന്നയിച്ചെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ലെന്ന് ഗാലൻ പറഞ്ഞു. ഗാസയിൽ സൈനിക നിയന്ത്രണം നിലനിർത്തുന്നത് ഇസ്രായേലിന്റെ സുരക്ഷാ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹവും ഗാറ്റ്സും പറയുന്നു. അതേസമയം നെതന്യാഹുവിന്റെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിന് തുടർച്ചയായ നിയന്ത്രണം ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നു. ഗാസയിൽ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലായിരിക്കുന്ന എല്ലാ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലികളെയും വിദേശികളെയും സെപ്റ്റംബർ 1 വടക്കൻ ഗാസയിലേക്ക് കുടിയിറക്കപ്പെട്ട പലസ്തീൻ സിവിലിയന്മാരെയും തിരികെ കൊണ്ടുവരണമെന്നും ബെന്നി ഗാറ്റ്സ് മുന്നോട്ട് വെച്ച 6 തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഇറാനും സഖ്യകക്ഷികൾക്കുമെതിരെ സ്വതന്ത്ര ലോകമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും ഒരു സഖ്യം സൃഷ്ടിക്കുന്നതിനായുള്ള സമഗ്രമായ പ്രക്രിയയുടെ ഭാഗമായി സൗദി അറേബ്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇസ്രായേൽ ശ്രമിക്കണമെന്നും ഗാറ്റ്സ് പറഞ്ഞു. ഗാസയിലെ സിവിലിയൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു അമേരിക്കൻ, യൂറോപ്യൻ, അറബ്, പലസ്തീനിയൻ ഭരണകൂടത്തെയും ഗാറ്റ്സ് നിർദ്ദേശിച്ചു. അതിനിടയിൽ ഇസ്രായേലിന് ഒരു പരിധിവരെ സുരക്ഷാ നിയന്ത്രണം നിലനിർത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവി നെതന്യാഹുവിന് പിന്നീടുള്ള തന്ത്രത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്വകാര്യമായി സമ്മർദ്ദം ചെലുത്തിയതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്ടോബർ 7 ഇസ്രായേലികളെ ഹമാസ് ആക്രമിക്കുകയും 1200ഓളം പേരെ കൊല്ലുകയും ബന്ദികളാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റ് സ്ഥാപിതമായത്. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കത്തിൽ 35,386 പേർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ഹമാസ് പിടികൂടിയ 250-ലധികം ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം വീണ്ടെടുത്തതായി സൈന്യം പ്രഖ്യാപിച്ചു. അതേസമയം പോരാട്ടം രൂക്ഷമായ തെക്കൻ റാഫയിൽ നിന്ന് കൂട്ടപലായനമായി 6.30 ലക്ഷം പലസ്തീനികൾ റഫേലിലെ താൽക്കാലിക ടെന്റുകൾ വിട്ട് പലായനം ചെയ്തു. റഫേൽ ഇസ്രായേൽ സേനയ്ക്കെതിരെ ചെറുത്തുനിൽപ്പും ശക്തമാണ്. നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായും 15 സൈനികരെ വധിച്ചതായും അൽ ഖസം ബ്രിഗേഡ്സ് അറിയിച്ചു. ഗാസയിലെ യുദ്ധം ഏറെ സങ്കീർണമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജബാലിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് സമീപം വ്യോമാക്രമണത്തിൽ 14 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇസ്രായേലിലെ നിരവധി മെർക്കാവ ടാങ്കുകൾ അൽ യാസിൻ മിസൈൽ ഉപയോഗിച്ച് തകർത്തു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.